അമ്മ ഞാൻ പോകണം, എൻ്റെ അനിയനെ നോക്കണം, അങ്ങനെയുള്ളതാണ്. എനിക്ക് എൻ്റെ മോളില്ലെങ്കിൽ പിന്നെ അവനും കാണില്ലല്ലോ. അതിൽ തൂങ്ങിക്കാണ് കണ്ടത്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് കുറുമ്പായം എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം 14 വയസ്സുകാരിയായ ഒരു കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് വാർത്ത 24 കുറുമ്പായം എന്ന സ്ഥലത്തേക്ക് കടന്നു വന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കിടയിലും വളരെയധികം ദുരൂഹത നിലനിൽക്കുകയാണ്. പൂജ എന്ന പെൺകുട്ടി GVSS കല്ലറയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വൈകുന്നേരം വീട്ടിൽ വരികയും പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞതിന് ശേഷം മുറിയിൽ കയറി കതവടയ്ക്കുകയും അതിനുശേഷം 9 മണിയോടുകൂടി കുട്ടിയുടെ പിതാവായ പ്രസാദ് വീട്ടിലേക്ക് കടന്നു വരികയുണ്ടായി. അപ്പോഴും കുട്ടി കതവ് തുറക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്തോ ദുരൂഹമായ ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ പിതാവ് വാതിൽ ചവിട്ടിപ്പൊളിക്കുകയും അപ്പോഴാണ് പൂജ എന്ന ആ പെൺകുട്ടി ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു ദാരുണമായ സംഭവം കാണാനിടയായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിതറ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം നടത്തി വരികയാണ്. ഈ വിഷയത്തിൽ ബന്ധുക്കളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. എനിക്ക് സംശയമൊന്നുമില്ല. സംശയം ഈ വീടുമായിട്ട് ഉള്ളതല്ലേ അറിയാവൂ. വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഈ ലെറ്റർ ചേട്ടൻ കണ്ടോ? അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ലെറ്റർ ഉണ്ടെന്നൊക്കെ മാധ്യമങ്ങൾ വരുന്നുണ്ട്. ലെറ്റർ അമ്മയുടെ അടുത്ത് അമ്മ ഞാൻ പോകണം, എൻ്റെ അനിയനെ നോക്കണം, അങ്ങനെയുള്ളതാണ് വേണ്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ കണ്ടത്. വേറെ പോലീസുകാരുടെ അടുത്തെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പോലീസ് ലെറ്റർ കൊണ്ടുപോയത് അത് ഇന്നാണ് അവർ എഴുതാൻ വന്നത്. ഇന്ന് ആണ് പിന്നെ അന്ന് വന്നായിരുന്നു. അന്നിന് കൊണ്ടുപോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മയോടൊന്നും അമ്മയോട് സാധാരണ പെൺകുട്ടികൾ അമ്മയോടാണ് കൂടുതൽ കാര്യങ്ങൾ. അമ്മയായിട്ട് നല്ല സോഷ്യലാണ്. സ്കൂൾ വിട്ട് വന്ന അമ്മയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കുളിക്കുക വരെ ചെയ്യുന്നത്. ഈ സമയം വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അമ്മയും അവനും ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലായിരുന്നു. ഇത് ഒരു 7 മണി കൂടെ കഴിയും. അമ്മയ്ക്ക് തലവേദന ഇപ്പുറത്ത് തൂങ്ങി കിടന്നു. ഓപ്പോസിറ്റ് തന്നെ. നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി ഇവൾ എഴുതാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഥ കുറ്റികളുണ്ട്. ഇവർ തമ്മിൽ വഴക്കൂടുന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അന്നൊരു വഴക്കും കൂടിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ കുറ്റി തള്ളിറങ്ങി നോക്കിയപ്പോൾ കുറ്റി ഇട്ടേക്കണം. അങ്ങനെ സാധാരണ മുട്ടും കണക്ക് മുട്ടി. സാധാരണ മോൾ 7:30-8 മണിയൊക്കെ അപ്പോൾ കിടക്കും. ഇവൾ കിടന്ന് 5 മിനിറ്റ് കഴിഞ്ഞാലേ ഇവൾ സംഭവം ഉറങ്ങിപ്പോകും. ഡോറ് പൂട്ടിയല്ല അവൾ കിടക്കുന്നത്. അങ്ങനെ വിചാരിച്ച് ഉറങ്ങിപ്പോയെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ 9 മണിയായിട്ട് വന്ന് ചോദിച്ചപ്പോൾ ഇവളാണ് പറഞ്ഞത്, ഒരുപാട് സമയമായി കിടന്ന് ഉറങ്ങിപ്പോയി കാണും, തുറക്കുള്ളൂ. ഞാൻ ഡോറിന് നല്ല സ്പീഡിനാണ് അടിച്ചത്. ഡോറിന് അടിച്ചിട്ടൊന്നും അവൾ അനക്കമില്ല. ഞാൻ ചവിട്ടി നോക്കി. പിന്നെ ഇതിലൊരു ബാക്ക് സൈഡിൽ പോയി ജനലിൻ്റെ അടുത്താണ് മുകളിൽ കിടക്കണം. ജനലിൽ ചേർന്നാണ് കട്ടിൽ കിടക്കണം. ക്ലാസ്സിലൊക്കെ ഞാൻ ചെന്ന് അടിച്ചിട്ടും നല്ല ഇത്തന്നെ പവറിന് അടിച്ചിട്ടൊന്നും അനക്കമൊന്നുമില്ല. അപ്പോഴെനിക്ക് എന്തോ തോന്നി. ഞാൻ ഒന്ന് ഫ്രണ്ട് ഡോറ് ചവിട്ടിയിട്ട് ഡോറ് തുറക്കത്തില്ല. കുറേ ചവിട്ടിയിട്ട് തുറക്കുക. അങ്ങനെ ഒരു വെട്ടോത്തി കമ്പി അങ്ങോട്ട് ഇട്ട് ഒരു ശലയ്ക്കാപ്പുറത്തി കമ്പി ഡോറൊന്ന് തെന്നിക്കൊണ്ട് കട്ടിൽ കിടന്നാൽ അറിയാം. ഏകദേശം എൻ്റെ അത്ര നീളം വരും. കാണാത്തതുകൊണ്ട് ജനലിൻ്റെ കാല് ബാക്ക് സൈഡിലോട്ട് വേറൊരു ജനലുണ്ട്, അതിൽ തൂങ്ങിക്കാണ് കണ്ടത്. അത് നമ്മൾ ഡോറ് ചവിട്ടി തുറന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വൈഫിനെ കൊണ്ടുപോയില്ല. തൊട്ട് കുറേ ഒരു വീടല്ല, നമ്മൾ അടുത്തടുത്ത് വീടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഇതിൻ്റെ പിന്നിൽ ഈ പ്രേരണ ഉണ്ടാവാനുള്ള കാരണത്തിലാണ് ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ സംശയിക്കുന്നില്ല. അങ്ങനെ എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഇനി എന്തെന്നായാലും ഞാൻ പ്രതികരിക്കുമല്ലോ. പ്രതികരിക്കണേ അല്ലല്ലോ. എനിക്ക് എൻ്റെ മോളില്ലെങ്കിൽ പിന്നെ അവനും കാണില്ലല്ലോ. സൈഡ് നോട്ടീസ് ഒരെണ്ണം ഞാനെടുത്തത്. അത് അങ്ങനെ അമ്മ ഞാൻ മരിക്കാൻ പോയാണ്. വീട്ടിൽ അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പുവിനെ നല്ലോണം നോക്കണം. പിന്നെ 2 പെൺകൊച്ചുങ്ങളെ പേര് അവർ ഇവൻ അനിയനെ പോലും നോക്കും. നമ്മൾ ചേച്ചിമാരെ കാണണം എന്നേ ഉള്ളായിരുന്നു.
അതിൽ നിന്നാണ് അവരെ കൊണ്ടുപോയത്. മോക്ക് അടുത്ത കൂട്ടുകാരെല്ലാം ഉണ്ട്, അടുത്ത കൂട്ടുകാർ 2-3 അവരിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചില്ല, ചോദിച്ചില്ല. അത് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല. കൊച്ച് നമ്മൾ എന്ന് പറയും പോലെ സ്കൂളിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. വീട്ടിൽ വേറെ പ്രശ്നം, അച്ഛനും അമ്മയും ഒരനിയനും കൂടെ ഉണ്ട്. അവരുമായിട്ട് എന്നും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പോകണേണല്ലോ. വേറെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മളെ കയ്യിലൊന്നുമില്ല. മിടുക്കിക്കുട്ടിയാണ്, പഠിക്കാനായിട്ടായാലും നല്ല കുട്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. പഠിത്തത്തിലും എല്ലാ കാര്യത്തിലും നല്ല ഇതിൽ പോകുന്ന ഒരു കുട്ടിയാണ്. കല്ലറ GHSലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. വീട്ടുകാരുമായിട്ടൊന്നും യാതൊരു പ്രശ്നമില്ല. എല്ലാവരുമായിട്ട് നല്ല ഇതായിട്ട് പോകുന്ന കുട്ടിയാണ്. വേറെ എന്നും സ്കൂൾ വിട്ട് വന്ന് പഠിക്കണ പോലെ റൂമിൽ കയറി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കാണാത്തതുകൊണ്ട് ഇങ്ങനെ തട്ടി നോക്കിയപ്പോഴാണ് കഥ ഇങ്ങനെ കുത്തിയിട്ടാണ്. സാധാരണ കഥ കുത്തി വിടാറില്ല. അതാണ് അന്ന് കുത്തിയിട്ട് അങ്ങനെയാണ് ഡൗട്ട് തോന്നിയിട്ടാണ് തട്ടി നോക്കിയത്. അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തുറക്കാത്തത് കൊണ്ടതാണ് പിന്നെ കഥവ് തട്ടിപ്പറിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ജനലിൽ തൂങ്ങിക്കണായിട്ട് കണ്ടത്. ഇപ്പോൾ നടന്ന ഒരു മരണം എന്ന് പറയുന്നത് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകൊച്ചിൻ്റെ ദുരൂഹമായിട്ടുള്ള മരണമാണ് കണ്ടത്. അത് വീട്ടിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഈ കൊച്ച് എൻ്റെ അളിയൻ്റെ മോളാണ്. അപ്പം ഈ കൊച്ച് എല്ലാ ദിവസങ്ങളിലും നമ്മോട് സഹകരിക്കുകയും മിണ്ടുകയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന കൊച്ചാണ്. അതുകൊണ്ട് ഈ കുടുംബത്തെക്കുറിച്ച് അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഈ കുടുംബത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നത് അത് ഈ വീട്ടിൻ്റെ പ്രശ്നം കൊണ്ടല്ല. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ദുരൂഹത ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് ഇവിടെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന പോലീസ് നല്ല രീതിയിൽ ഇത് അന്വേഷിച്ച് ഈ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ ഇത് പുറത്തു കൊണ്ടുവന്ന് ഈ കുടുംബത്തിനൊരു ആശ്വാസവാക്ക് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഒരു അപേക്ഷ ഉണ്ട്. അല്ല, ഇനിയും ഇതേ പ്രായത്തിലുള്ള കൊച്ചുങ്ങൾ നമ്മളെ ഈ പ്രദേശത്ത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇനി ഇതേപോലെ ഒരു കുഴപ്പം, അതായത് ഇതേപോലെ ഒരു ആത്മഹത്യയിലോട്ട് നയിക്കുന്ന ഒരു പ്രവണത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസ് വളരെ നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ച് അതിനൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. പോലീസ് ഒന്ന് നോക്കിയപ്പോൾ ഒരു ഐ ലവ് യു അബി എന്ന് പറയുന്ന ഒരു സൂയിസൈഡ് നോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഒരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അത് പോലീസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വയ്യ. എന്തായിരുന്നാലും ഇത് സ്വയം തോന്നിയ ഒരു കാര്യമല്ല. ഇത് ആരോ പ്രകോപനത്തിൽ കൂടി ഈ കുട്ടിയെ ഇത് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ സത്യസന്ധമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിനൊരു തീരുമാനം കണ്ടെത്തണമെന്ന് വളരെ താഴ്മയായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണ്.